ഉപ്പുതറയിൽ ആരംഭിച്ച അഗ്രോ സർവീസ് സെന്റർ പ്രവർത്തനം നിലച്ചിട്ട് 3 വർഷം. ലക്ഷങ്ങൾ ചിലവഴിച്ച കാർഷികോപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ലക്ഷങ്ങൾ മുടക്കിയ അഗ്രോ സർവീസ് സെന്റർ നാശത്തിന്റെ വക്കിലെത്താൻ കാരണം. കുടിയേറ്റ ചരിത്രം ഉൾക്കൊള്ളുന്ന ഉപ്പുതറയുടെ കാർഷിക അഭിവൃദ്ധി മുൻനിർത്തിയാണ് അഗ്രോ സർവീസ് സെന്ററിന് രൂപം നൽകിയത്. ജോലിയില്ലാത്ത യുവതി യുവാക്കൾക്ക് ജോലി സ്ഥിരത ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം വച്ചിരുന്നത്. ഇതിനായി കൃഷി വകുപ്പ് യുവതി യുവാക്കളെ തെരഞ്ഞെടുത്ത് കാർഷികോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പരിശീലനവും നൽകി. 15ഓളം യുവതി യുവാക്കളെ ചേർത്താണ് സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകിയത്. അഗ്രോ സർവീസ് സെന്ററിന് പിക്കപ്പ്, ട്രാക്ടർ, മരം കയറുന്ന യന്ത്രം, കള വെട്ടുന്ന യന്ത്രം, മരുന്നടിക്കുന്ന യന്ത്രം എന്നിവയെല്ലാം വാങ്ങി നൽകി. കർഷകരുടെ ഭൂമിയിൽ കുറഞ്ഞ നിരക്കിൽ പണി നടത്തുകയും കാർഷിക തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഒരു വർഷം വിജയകരമായി പ്രവർത്തിച്ച സെന്ററിന്റെ പ്രവർത്തനം വേഗം നിലച്ചു. കാർഷിക തൈകളുടെ ഉൽപ്പാദനം നിലച്ചതോടെയാണ് പദ്ധതി അവതാളത്തിലായത്. കട്ടപ്പന അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ കൃഷി ഓഫീസിന്റെ മേൽനോട്ടത്തിലാണ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. എല്ലാ വർഷവും കണക്ക് ഓഡിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ നടത്തണമെന്നായിരുന്നു നിയമം. ഈ നിയമം കാറ്റിപ്പറത്തിയതാണ് സെന്ററിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ ഇടയാക്കിയത്. സ്വകാര്യ വ്യക്തികൾ ഈടാക്കുന്ന കൂലിയേക്കാൾ കൂടുതൽ കൂലി ഈടാക്കിയതും തിരിച്ചടിയായി. കൃഷിഭവന്റെ കീഴിൽ അഗ്രോ സർവീസ് സെന്ററിന്റെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കൊടുത്ത 3 ഷട്ടറിനകത്ത് അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ഉപകരണങ്ങൾ കിടന്ന് ഏകദേശം 2 വർഷക്കാലമായിക്കൊണ്ട് പ്രവർത്തനരഹിതമായിക്കൊണ്ട് നശിച്ചു കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു പിക്കപ്പ്, അതുപോലെ തന്നെ ഒരു കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ട്രാക്ടർ, അതുപോലെ തെങ്ങ് കയറുന്ന യന്ത്രം, കളവെട്ടി യന്ത്രം, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങൾ അതിൻ്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പൂട്ടിയിട്ടിരിക്കുന്ന പറഞ്ഞാൽ അത് നിലവിൽ ഇവിടുത്തെ കർഷകർക്കോ മറ്റ് യാതൊരുവിധ ഗുണമില്ലാത്ത രീതിയിൽ 2 വർഷക്കാലമായിക്കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. മാറി മാറി വന്ന ഓഫീസർമാരുടെ ദാസ്യമാണ് തിരിച്ചടിയായത്. ഇത് 15ഓളം യുവതി യുവാക്കളുടെ തൊഴിലിനും തിരിച്ചടിയായി. നിലവിൽ മാറി വന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മുൻകൈയെടുക്കുകയും പ്രവർത്തിച്ച കാലത്തെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയുമാണ്. ഇത് ലഭിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ പുതുക്കി പദ്ധതിക്ക് പുതുജീവൻ നൽകുമെന്നാണ് ഓഫീസ് വൃത്തങ്ങൾ പറയുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.